പൂരം കൊടിയിറങ്ങുമ്പോൾ കലാപ്രതിഭകൾക്ക് വിസ്മയകരമായ ഒരു കലോത്സവം സമ്മാനിച്ചാണ് നഗരി വിട പറയുന്നത് അല്ലേ? ഡോക്ടർ തീർച്ചയായിട്ടും ജയ്സേട്ടാ, നമ്മളെ തൃശ്ശൂരിന്റെ ഈ തെക്കിൻകാട് മൈതാനത്ത് യഥാർത്ഥത്തിൽ ഇന്ന് കലാപൂരം കൊട്ടിക്കലാശിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കലോത്സവത്തെ ശരിക്കും ഒരു അഭിമാന പ്രശ്നമായി എടുത്ത് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ അരുൺ വേണമെങ്കിൽ നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ ഇയർഫോൺ കൈമാറാം. ഓക്കെ, കൊടുക്കാം. മിനിസ്റ്റർ നമസ്കാരം. ഞങ്ങളെ തിരുവനന്തപുരത്തുകാര് മിനിസ്റ്റർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. ഞാൻ ശിവൻകുട്ടി അണ്ണ, പഴയ വിളി അനുസരിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ശിവൻകുട്ടിയണ്ണൻ തന്നെ, അരുണ് ശിവൻകുട്ടിയണ്ണൻ തന്നെ. അപ്പോ അന്ന് പണ്ടേ മേയറായിട്ടിരിക്കുമ്പോൾ കൈലി മാടി കുത്തി ഇറങ്ങുന്ന ഒരു ശിവൻകുട്ടി അണ്ണനെയാണ് നമ്മൾ തലസ്ഥാന ഈ തൃശ്ശൂരിലും കണ്ടത്, കലോത്സവ നഗരിയിലും കണ്ടത്. അതിലൊരു കാര്യം പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളൊരു അഭിനന്ദനവും അറിയിക്കുന്നു, നന്ദി കൂടി അറിയിക്കുന്നുണ്ട്. നമ്മുടെ മിടുക്കിയായ കുട്ടിക്ക് ഓൺലൈൻ വഴി മത്സരിക്കാൻ അവസരമൊരുക്കിയത്, അതേപോലെ ഇടുക്കിയിൽ നിന്നുള്ള ആ കലാരൂപം, ഗോത്രീയ കല നമ്മളുടെ മുന്നിൽ എല്ലാവർക്കും കൊടുത്തു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് ഈ കലോത്സവം അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതിന് അവസരം ഒരുക്കിയതിന് മിനിസ്റ്റർക്ക് നന്ദി കൂടി പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നു മിനിസ്റ്റർ ഇക്കുറി? 64ാമത് കലോത്സവം ഏറ്റവും മെച്ചപ്പെട്ടായിരുന്നു. ഒന്ന്, ഈ അവതരണത്തിൽ മത്സരത്തിലുള്ള നിലവാരം നല്ല നിലയിലായിരുന്നു. പിന്നെ ഇത് ഇന്നിപ്പം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത നിലയിൽ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ കലോത്സവം. 14,000-ഓളം വരുന്ന കലാകാരന്മാർ, അവരെ എസ്കോർട്ടിംഗ് ടീച്ചർമാർ, മറ്റ് ആൾക്കാരൊക്കെ ഒരു 50,000-ഓളം പേര് ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 14-ാം തീയതി മുതൽ ഇവിടെ ഈ തൃശ്ശൂർ നഗരത്തിൽ ഉണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ താമസ സൗകര്യം, അവരുടെ ജഡ്ജ്മെൻറ്റ്, പിന്നെ ട്രാൻസ്പോർട്ടിങ്, ഇതെല്ലാം കാര്യങ്ങളും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമല്ലോ. അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയെന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകർ മുതൽ എല്ലാവരുടെയും ഒറ്റക്കെട്ടായി ഈ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമുക്ക് കലോത്സവം ഇത്രയധികം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. ഇന്നലെ രാത്രിയെല്ലാം നമുക്ക് പിന്നെ ഈ തേക്കങ്കാട് മൈതാനമായിട്ട് പോലും പ്രധാന വേദിയിൽ കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഒരു ചെറിയ സ്ഥലം പോലും കിട്ടാത്ത ഒരു രീതിയായിരുന്നു. എന്തായാലും നമുക്ക് ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന, ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന, കാരണം ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇതുപോലെ നടക്കുന്നില്ല. ഈ കലോത്സവം കുറച്ചുകൂടി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി മാനുവലിൽ ഒരു പരിഷ്കാരങ്ങൾ വേണ്ടിയിരിക്കുന്നു. അതുപോലെ നിയമപരമായി പിന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഞാൻ ഇന്നലെ കുട്ടിയുടെ കരച്ചിൽ മനസ്സിലാക്കിക്കൊണ്ട്, കുട്ടിയുടെ ദയനീയമായ അപേക്ഷ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേക ഉത്തരവിലൂടെ കുട്ടിയെ ഇതിൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതെല്ലാം നമുക്ക് ഈ കലോത്സവത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് പലർക്കും ഈ ഒരുപാട് കാശ് ചിലവാണ് ഈ കലാപരിപാടികളിൽ പങ്കെടുക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക, അതിൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക എന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് കാശ് ചിലവാണ്. ഇപ്പോൾ കായിക രംഗത്താണെങ്കിൽ സ്പോർട്സ് സ്കൂളുകളുണ്ട്. സ്പോർട്സ് സ്കൂളുകൾ മാതൃകയിൽ കലാരംഗത്ത് കൂടി എങ്ങനെ നമുക്കൊരു സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി, സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പഠിക്കുന്നുണ്ട്. ഈ സിയ ഫാത്തിമ നല്ല വേദനയോടുകൂടി ഇന്നലെ വരയ്ക്കുന്നത് കണ്ടത്. പക്ഷേ ആ എ ഗ്രേഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ സിയ മോളുടെ മുഖത്തൊരു സന്തോഷം വന്നു. അപ്പോൾ അത് ഈ കലോത്സവ മാനുവലൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സാധാരണ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സ്വഭാവം അനുസരിച്ച്. പക്ഷേ അതിനെ മിനിസ്റ്റർ എങ്ങനെയാണ് അത് മറികടന്നത്? കാരണം അത് വേണമെങ്കിൽ കോടതിയൊക്കെ കയറാമല്ലോ ബാക്കി കൂടെ മത്സരിക്കുന്ന ആളുകൾ. അതിനൊരു സന്തോഷകരമായ കാര്യം മിനിസ്റ്ററെ, കൂടെ മത്സരിക്കുന്ന കലാകാരികളും വിദ്യാർത്ഥികളും ഒന്നും ഒരു പരാതിയും പറഞ്ഞില്ല എന്നുള്ളതാണ് ഈ മോളെ മത്സരിപ്പിക്കുന്നതിൽ, അല്ലേ? പരാതി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ എഴുതിയാലും ഉദ്യോഗസ്ഥന്മാർ എഴുതിയതിനെ മറികടന്നുകൊണ്ട് എഴുതാനുള്ള അധികാരം മന്ത്രിക്കുണ്ടല്ലോ. അത് പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മിനിസ്റ്റർ ഇതിപ്പോൾ കലോത്സവം സമാപിക്കുമ്പോഴേ മിനിസ്റ്ററുടെ മനസ്സിൽ ഇത്രയും ദിവസം അവിടെ ഇങ്ങനെ നടന്ന് ഈ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളൊക്കെ കണ്ട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് കലോത്സവം നടത്തിച്ചു പോകുമ്പോൾ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ഒരു സർപ്രൈസ് ആയിട്ട് പറയാൻ? ഇന്ന് വൈകുന്നേരത്തേക്ക് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാവരുടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. നമുക്ക് കുറച്ചുകൂടെ അടുത്ത കലോത്സവം മുതൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് ഇതൊരു 63 വർഷക്കാലമായി തുടർന്നു വരുന്ന നിയമങ്ങളൊക്കെ തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്
ഒരു പുത്തൻ കലോത്സവം എങ്ങനെ നമുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പിന്നെ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനം ആവശ്യമാണ്. ആ പഠനം നടത്തിയ ശേഷം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുൽഫിയൊക്കെ കഴിച്ച് വളരെ ഉഷാറായെന്ന് തോന്നുന്നു. മാത്രമല്ല പിള്ളേരോടൊപ്പം നിന്ന് കുറച്ച് പ്രായം ചെറുതായതുപോലെ ആ കണ്ണാടി വെച്ചുള്ള ഫോട്ടോ ഒരുപാട് പേര് കണ്ടു. 10 വയസ്സ് കുറഞ്ഞു. അതെ, വയസ്സ് കുറഞ്ഞല്ല, അരുണൊക്കെ എൻ്റെ അനുജന്മാരാണല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷം മിനിസ്റ്റർ. ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. എന്തായാലും നടത്തുകാരനായി മിനിസ്റ്റർ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഒരു പാട്ട് കേൾക്കുന്നോ? നമുക്കൊരു വലിയ ഗായിക അവിടെ ഉണ്ട്. പിന്നെ മിനിസ്റ്റർ പാട്ട് ഡോക്ടർ അരുൺ നമുക്കൊപ്പം മിനിസ്റ്റർക്ക് പാട്ട് ഇഷ്ടം സമയമില്ല. നമുക്കിപ്പം